അങ്ങനെ ഹോട്ടലിലെത്തി ക്വിക്കായിട്ട് ഫ്രഷായിട്ട് ഓടി വന്നു താഴേക്ക്. വണ്ടി വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോകണമെന്നറിയോ? FACT, അതായത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് FACT, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡ്. ഫാക്റ്റിൻ്റെ ഫൗണ്ടർ ആരാണെന്നറിയാമോ? മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതും 1947. ഈ കാണുന്നതെല്ലാം ക്വാർട്ടേഴ്സാണ് കേട്ടോ. അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്നത്തെ പ്രൗഢിയും അന്നത്തെ കാഴ്ചകളുമെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെയേ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കിതെല്ലാം കാണുന്നത് വളരെയധികം പരിതാപകരമാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. ഞങ്ങളിവിടെയാണ് ജനിച്ചു വളർന്നതും കളിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം. ഒരു 21 വർഷത്തോളം ഞാൻ ഇവിടെയാണ്. എൻ്റെ അച്ഛൻ ഇവിടുത്തെ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഈ കാണുന്ന കോട്ടേഴ്സുകളെല്ലാം അന്ന് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഫ്രണ്ടിലെല്ലാം ഇഷ്ടംപോലെ ഗാർഡൻസും ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. CP രാമസ്വാമി അയ്യർ, ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ, ക്ലിയർഡ് ഓൾ ദ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് paved the way for setting up of FACT in അമ്പലമേട്. ആക്ച്വലി ഈ ഒരു ഏരിയ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാട് പ്രദേശമായിരുന്നു. ഇതിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ശ്രീ MKK നായരായിരുന്നു. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഈ സ്കൂൾ ഇങ്ങനെ കാണേണ്ട അവസ്ഥ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഇത് വളരെയധികം സങ്കടം വന്നു എനിക്ക്. ഞാനവിടെ നിറ കണ്ണുകളോടെയാണ് ഈ സ്കൂളിനെ നോക്കിയിരുന്നത്. കുറച്ച് നേരം ആൽത്തറയിലിരുന്നു പഴയ ഓർമ്മകളുമായി. എൻ്റെ അച്ഛൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ ആൽത്തറയിലാണ് വന്നിട്ട് എന്നെ പിക്ക് ചെയ്യാറുള്ളത്. വണ്ടിയിൽ വരും. ഈ കാണുന്ന ബോർഡുണ്ടല്ലോ, ഇതാണ് ഫിലിമിൻ്റെ എല്ലാം അഡ്വർടൈസ്മെൻറ്റ് ഒട്ടിച്ച് വെക്കുന്ന ബോർഡ്. വെനസ്ഡേയ്സിലെല്ലാം ഇവിടെ ഫിലിം പ്ലേ ചെയ്യും. ഈ ഫിലിം പ്ലേ ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ഈ കാണുന്ന ഓഡിറ്റോറിയത്തിലാണ്. ഇത് നമുക്ക് സിനിമ തിയേറ്ററുമാണ്. സ്കൂളിൽ ഫെസ്റ്റിവൽസ് എല്ലാം ഇവിടെയാണ് നടത്താറുള്ളത്. ഇവിടെയെല്ലാം സൈക്കിൾ ഷെഡ് ഉണ്ടായിരുന്നു. ഈ സ്കൂള് UP തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നു. ബാൻഡിനെല്ലാം നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഏത് സ്കൂളും വരില്ലോ യൂത്ത് ഫെസ്റ്റിവലിന്. ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസസ് ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു കേട്ടോ ഞാൻ. സ്കൂളിൽ അധികം നേരം നിന്നില്ല. സങ്കടം സഹിക്കാൻ വയ്യാത്ത കൊണ്ട് അവിടുന്ന് മൂവ് ഓൺ ചെയ്തു. കോട്ടേഴ്സുകളിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ താമസിച്ച കോട്ടേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം കാർ ഷെഡാണ്. അങ്ങനെ ഞാൻ താമസിച്ച കോട്ടേഴ്സ് അടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തതാണ് ഞാൻ താമസിച്ചിരുന്ന കോട്ടേഴ്സ് 409. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സങ്കടവും പിരിമുറുക്കവും അനുഭവപ്പെട്ടു. ഈ മുകളിൽ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച ക്വാർട്ടേഴ്സ്. ഇവിടെയിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു സ്കൂളിലേക്ക്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും. ഇതിന് മുറ്റത്തെല്ലാം ഓടിക്കളിക്കും. ഇവിടെ എല്ലാവിടെയും ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും അറിയുന്നവരാണ്. വാക്കിങ്ങിന് പോകുമ്പോഴൊക്കെ ചോദിക്കും, ഗോപിയുടെ മോളല്ലേ എന്ന്. അത്രയും സേഫ് പ്ലേസുമായിരുന്നു. ഒറ്റയ്ക്ക് വേണമെങ്കിൽ എന്നോട് നടക്കാം. ഇത് നമ്മുടെ പാർക്ക്, നമ്മുടെ പ്ലേ ഏരിയ. ഇവിടെ സ്വിങ്, ആന, സീസോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊന്നും കാണുന്നില്ല. എല്ലാം ഒരു വിജനമായ സ്ഥലം മാതിരി കാട് കയറി കിടക്കുന്നു. ഈ കാണുന്ന ക്വാർട്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെയാണ്. ഇവിടെ എല്ലാം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ക്വാർട്ടേഴ്സുകളാണ്. ഇതെല്ലാം ടൈപ്പ് 2 എന്നാണ് നമ്മൾ പറയുന്നത്. പ്രൊമോഷനനുസരിച്ചിട്ടാണ് ഓരോ ക്വാർട്ടേഴ്സും അലോട്ട് ചെയ്തിരുന്നത്. ഓരോ ക്വാർട്ടേഴ്സും അലോട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര സ്ട്രഗിൾസ് എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കാഴ്ച കാണുമ്പോൾ വളരെ സങ്കടം തന്നെ. ഞാനും എൻ്റെ ഫ്രണ്ട് സിജിയും കൂടിയാണ് ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. സിജി ഒരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ. അതും മൂവിയിൽ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇത് ഫാക്ട് ക്ലബ്ബാണ്. ഇവിടെ എൻ്റെ അച്ഛൻ ട്രഷററായിരുന്നു. അച്ഛൻ ഒരുപാട് ആക്ടിവിറ്റീസിലുണ്ടായിരുന്നു. FACTയിലുള്ള ഓരോരോ പ്രോഗ്രാംസിലും ഓരോരോ കാര്യങ്ങളിലുമൊക്കെ അച്ഛൻ ഓരോരോ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പോകുന്നത് അമ്പലമോട് ഹൗസിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. അമ്പലമോട് ഹൗസിൻ്റെ അകത്തേക്ക് പ്രവേശനം ഇപ്പില്ല. ആയതിനാൽ അതിൻ്റെ മുമ്പിൽ കൂടെ ഒന്ന് ചുറ്റി നടക്കണമെന്ന് തോന്നി. അന്നെല്ലാം സൈക്കിളിൽ ഒരുപാട് സഞ്ചരിച്ചിരുന്ന റോഡാണിത്. ഇവിടെ ഒരുപാട് ഞാനും എൻ്റെ ഫ്രണ്ട്സും സൈക്കിൾ ഓടിച്ചും നടന്നും കളിച്ചും മഴയത്ത് നനഞ്ഞും ഒക്കെ എൻജോയ് ചെയ്ത കാൽപ്പാടുകൾ ഇന്നും ഇവിടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇപ്പോൾ പല പല രാജ്യത്തും പല പല സ്ഥലങ്ങളിലുമായി സെറ്റിലായി കഴിഞ്ഞു. എന്നാലും ഈ ഓർമ്മകൾ ഇന്നും വളരെ ഫ്രഷായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു.